ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. എന്നാൽ നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുകയാണ് മോശം കാലാവസ്ഥ. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ധാരാളി ഇന്നലെ രാത്രി സംഭവമുണ്ടായ സ്ഥലത്തിന് ഏതാനും വാരം അകലെയാണ്. ഇവിടെ നിന്നും ഇനി അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഒരു വാഹനത്തിനും ഈ റോഡ് മാർഗം അവിടേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ആകെയുള്ള മാർഗം ഹെലികോപ്റ്റർ മുഖേന ഈ ദുരന്ത മുഖത്തേക്ക് അല്ലെങ്കിൽ ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. അവിടേക്ക് പോകുന്ന ഹർസിൽ വാലിയിലേക്ക്, ഉത്തരകാശിയിൽ നിന്നും ഹർസിൽ വാലിയിലേക്ക് പോകുന്ന ഈ പ്രധാന റോഡിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നടന്ന ഈ മേഘവിസ്ഫോടനത്തോടൊപ്പം തന്നെ സംഭവിച്ചതാണ്. ഈ റോഡിൻ്റെ അവസ്ഥ എത്രമാത്രമാണ് എന്നുള്ളത് ഈ പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകും. ഏതാണ്ട് വളരെ പൊക്കത്തിൽ നിന്നിരുന്ന ഒരു റോഡ് അത് പൂർണ്ണമായും തകർന്ന് താഴേക്ക് പോയിരിക്കുകയാണ്. ആ താഴത്തെ ദൃശ്യങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ താഴെ ഗംഗാനദി ഒഴുകുന്നു. അതിന് തൊട്ടു മുകളിലായി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു പൊക്കത്തിൽ അനുസരിച്ചായിരുന്നു ഈ റോഡ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴ്ന്ന ഒരവസ്ഥയാണ്. ഇവിടെ ഇതുവഴി ഒരു ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയത്തില്ല. മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് കഷ്ടിച്ച് ഇതുവഴി അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ സാധിക്കുമെന്നതിനപ്പുറം മറ്റ് വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ സൈക്കിൾ യാത്രക്കാർക്ക് പോലും ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല. അതുതന്നെയാണിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഏറ്റവും ദുസ്സഹമാക്കിയിരിക്കുന്നത്. പ്രധാനമായും റോഡ് മാർഗം ഒരു കാരണവശാലും രക്ഷാപ്രവർത്തനം നടത്തില്ല. ഹെലികോപ്റ്റർ മാർഗം രക്ഷാപ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ നിലവിലെ വെതർ കണ്ടീഷൻ അതിന് അനുയോജ്യമായിരിക്കണം. ഇപ്പോൾ നിലവിൽ ഹെലികോപ്റ്ററുകൾക്ക് ഡെറാഡൂണിൽ നിന്നും ഇവിടെ ഇറങ്ങുവാനുള്ള ലാൻഡിംഗ് പെർമിഷൻ നൽകുന്നില്ല. അങ്ങനെ ലാൻഡിംഗ് പെർമിഷൻ നൽകുന്ന പക്ഷം മാത്രമാണ് ഇന്ത്യൻ കരസേനയുടെ ഭാഗത്തു നിന്നുമുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി നടക്കാനിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഹെലികോപ്റ്ററിൽ ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ കോറിൻ്റെ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന പ്രത്യേക സംഘം ഈ ഒരു ഹെലികോപ്റ്ററിൽ തയ്യാറായി നിൽക്കുകയാണ്. ഈ വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ കാലാവസ്ഥ അനുയോജ്യമാകുന്ന പക്ഷം എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് സൈന്യം നടത്തുന്നത്. അതേസമയം തന്നെ സൈന്യത്തിൻ്റെ നിരവധി സൈനിക ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെയും ഒപ്പം തന്നെ NDRFിൻ്റെയും SDRFിൻ്റെയും ഉത്തരാഖണ്ഡ് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിരവധി തവണ ഫോണിൽ സംഭാഷണം നടത്തുകയുണ്ടായി. നിലവിൽ ഈ സാഹചര്യം എത്രയും അടിയന്തരമായി പരിഹരിക്കുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ആകാശ നിരീക്ഷണമടക്കം നടത്തിക്കഴിഞ്ഞു. മാത്രമല്ല ഈ മേഖലയിലേക്ക് മുഖ്യമന്ത്രി നേരിട്ട് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാരണവശാലും ഈ റോഡ് വഴിയുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം ഭയാനകമായ രീതിയിലാണ് റോഡ് തകർന്നിരിക്കുന്നത് എന്നുള്ളത്. ഏതാണ്ട് ഈ ഋഷികേശിൽ നിന്നും ഇവിടെ വരെ ഉള്ള ഒരു ദൂരത്തിനിടയിൽ ഏതാണ്ട് 15 ഇടങ്ങളിലാണ് റോഡ് തകർന്ന് കിടക്കുന്നത്. ഈ 15 ഇടങ്ങളിൽ റോഡ് തകർന്ന മേഖലകളിൽ പലയിടത്തും ഇപ്പോൾ ഈ റോഡ് ഗതാഗതം പുനർക്രമീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, വാഹനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ, അതായത് ഹർസിൽ വാലിക്ക് അടുത്തേക്ക് എത്തുന്ന ഈ മേഖലയിൽ ഇവിടെ നിന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ റോഡ് പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ്. ഇനി ഈ റോഡ് ഒരു സാധാരണഗതിയിലേക്ക് എത്താൻ ഒരു പക്ഷേ ദിവസങ്ങൾ വേണ്ടി വന്നേക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്ര പൊക്കത്തിൽ മണ്ണിട്ട് നികത്തേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ വാഹനത്തിൽ ഇതുവഴി കടത്തിവിടാൻ കഴിയൂ. പ്രത്യേകിച്ച് തൊട്ട് താഴെ ഗംഗാനദി ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുകൂടി വാഹനങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ പലതവണ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഇത്തരം മണ്ണിൻ്റെ ഉറപ്പടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഈ സാഹചര്യം പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. വളരെ ഈ ഒരു പൊക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു റോഡായിരുന്നു. ആ റോഡ് പൂർണ്ണമായും താഴേക്ക് ഇരുത്തിയ അവസ്ഥയാണ്. ആ റോഡിൻ്റെ ഒരു പൂർണ്ണ ഭാഗം ഏതാണ്ട് ഇപ്പോൾ ഈ റോഡ് 2 തട്ടായി എന്ന് വേണം പറയാൻ. ഒരു തട്ട് മുകളിലും ഒരു തട്ട് താഴെയും. നേരത്തെ ഇത് ഒരു തട്ടായി, അതായത് ഒരേ നിരപ്പിൽ കിടന്ന റോഡായിരുന്നു.
ഉണ്ടായിരുന്നു. ഇതാണ് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ മേഘവിസ്ഫോടനത്തിൻ്റെ അനന്തരഫലമായി ഈ വലിയ വെള്ളവും മണ്ണും കുത്തൊലിച്ചു വന്ന് ഈ റോഡ് പൂർണ്ണമായും തകരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. കൂടുതൽ ഈ പ്രളയബാധിത മേഖലയിൽ ഏതാണ്ട് 50ഓളം കെട്ടിടങ്ങൾ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ വീടുകളും അതേപോലെ തന്നെ ഹോട്ടലുകളും ഒപ്പം തന്നെ മറ്റ് ലോഡ്ജുകളുമടക്കം ഉൾപ്പെടുന്നു. നിരവധി ആൾക്കാർ, നിരവധി ഭക്തർ, തീർത്ഥാടകർ ചാർധാം യാത്രയുടെ ഭാഗമായി ഈ മേഖലയിലേക്ക് എത്തേണ്ടതായിരുന്നു. എന്നാൽ സർക്കാർ നേരത്തെ തന്നെ നൽകിയ മുന്നറിയിപ്പ് കൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ ദുരന്തം വഴിമാറി എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഉത്തരാഖണ്ഡിൽ വളരെ അതിശക്തമായ മഴയാണ് നിൽക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭക്തർ ഈ ചാർധാം യാത്രയിലേക്ക് കടന്നു വരരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നേരത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. എന്നാൽ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്തരം ആ ഭക്തർ ഒരുപക്ഷെ ഈ മേഖലകളിൽ കുടുങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ തള്ളുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മേഖലകളിൽ ഇപ്പോൾ ഈ പ്രളയമുണ്ടായ ഈ മേഖല എന്നുള്ളത് ഈ ചാർധാം തീർത്ഥാടകരുടെ ഒരു ഇടത്താവളം കൂടിയാണ്. ഏതാനും ദിവസങ്ങൾ വേണ്ടി വരുന്ന ചാർധാം യാത്രയ്ക്ക് ഇത്തരം ഇടത്താവളങ്ങളിൽ താമസിച്ചുകൊണ്ടാണ് ഈ ഭക്തജനങ്ങൾ മുകളിൽ ഈ ബദ്രീനാഥിലേക്കും അതേപോലെ തന്നെ കേദാർനാഥിലേക്കും മറ്റും ദർശനത്തിനായി എത്തുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സർക്കാർ നൽകിയ മുന്നറിയിപ്പ് കാരണം ഇവിടേക്ക് ഈ പ്രദേശത്ത് കൂടുതൽ ആളുകൾ, അതായത് ഈ ധാരാലി പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ സർക്കാർ വ്യക്തമാക്കുന്നത്. എങ്കിൽ തന്നെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഈ മുന്നറിയിപ്പ് വരുന്നതിന് മുമ്പേ തന്നെ പല ഭക്തരും ഈ ഉത്തരകാശി കടന്ന് മുന്നോട്ടെത്തിയിരുന്നു. അതിനുശേഷം ഇവർ ഈ മേഖലകളിൽ നിന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രളയമുണ്ടായ മേഖലകളിൽ തമ്പടിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ഏതായാലും 50ലധികം ആൾക്കാർ ഇപ്പോൾ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് പ്രാദേശികമായി ആൾക്കാർ ഇപ്പോൾ NDRFിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 5 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏതാണ്ട് 135ലധികം ആൾക്കാരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി എന്നുള്ളതും NDRF വ്യക്തമാക്കുന്നുണ്ട്. NDRFിൻ്റെ കൂടുതൽ കോളം ഇവിടേക്ക് ഈ ദുരന്ത ബാധിത മേഖലയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവർക്കും ഇതുതന്നെയാണ്, ഈ യാത്ര വലിയ ഒരു ദുസ്സഹമായ ഒരു സ്ഥിതിവിശേഷമാണ്. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ് വീണുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഉന്നത അധികാരികളും മറ്റും ഇവിടെ ഈ മണ്ണിടിഞ്ഞ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഈ വരും മണിക്കൂറുകൾ എന്ന് പറയാൻ കഴിയില്ല, ഒരുപക്ഷെ ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം ഇവിടെ നിന്നും ഈ ഹർസിൽ വാലിയിലേക്കുള്ള ഈ റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. നന്ദൻ സൂചിപ്പിച്ചതുപോലെ ഇനി ഗതാഗതം സാധാരണഗതിയാവാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും നടുക്കുന്ന കാഴ്ച തന്നെയാണ് പുറത്തു വരുന്നത്. ഒപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മേഘവിസ്ഫോടനം ഉണ്ടായത് ഒരു മേഖലയിൽ മാത്രമായിരുന്നില്ല, അവിടെയും തുടർച്ചയായി മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായത് തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു ആക്കം കൂട്ടുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇനിയുള്ളൊരു മുന്നോട്ടുള്ളൊരു ജീവിതം എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ നീക്കം എന്താകുമെന്നുള്ള കാര്യം തന്നെയാണ് പല മേഖലകളിലും ആളുകൾക്ക് ഈ മെഡിക്കൽ ഫെസിലിറ്റി എത്തുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതും പ്രതിസന്ധിയാവുന്നത്. ഇപ്പോൾ ഈ റോഡ് ഗതാഗതം ഇല്ലാതാകുന്നതോടെ അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ എത്തിപ്പെടുക എന്നുള്ളൊരു പ്രതിസന്ധിയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇവരുടെ മറ്റ് സാഹചര്യം എന്താകും? വിഷ്ണു, ഈ ദുരന്തം നടന്ന ധാരാളി മേഖലയിലേക്ക് പോകാൻ ഈ ഒരു റോഡല്ലാതെ മറ്റ് റോഡ് മാർഗമില്ല. അതുകൊണ്ട് തന്നെ ഈ റോഡ് വീണ്ടും പഴയ സ്ഥിതിയിലാക്കിയില്ലെങ്കിൽ കൂടിയും ഇത് മണ്ണിട്ട് നികത്തി ഒരു കാറിന് പോകാൻ അല്ലെങ്കിൽ ഒരു വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലെങ്കിലും ആക്കിയാൽ മാത്രമേ ഈ റോഡ് മാർഗമുള്ള ഗതാഗതം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം അത് കൂടുതൽ ഊർജ്ജസ്വലമാകുകയുള്ളൂ. നിലവിൽ അതിനുള്ള പരിശ്രമങ്ങളാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക JCB ഒക്കെ എത്തിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഏതാണ്ട് 24 മണിക്കൂറിന് പുറത്ത് വേണ്ടി വരും ഈ റോഡ്, അല്ലെങ്കിൽ ഇതുവഴി ഒരു സാധാരണ ഒരു വാഹനം കടന്നു പോകാൻ തക്ക യോഗ്യമാക്കണമെങ്കിൽ അത്രയും സമയം വേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരും മറ്റും വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ മണ്ണിടിച്ചിൽ ഇങ്ങനെ ഈ പല മേഖലകളിലും വ്യാപകമാണ്. ഇന്നലെ ഈ മേഘവിസ്ഫോടനം ഉണ്ടായതിന് പിന്നിൽ ഈ തൊട്ട് പിന്നാലെ തന്നെ ഹർസിൽ വാലിയിലും മറ്റൊരു
മേഘവിസ്ഫോടനം ഉണ്ടായി. അവിടെ കരസേനയുടെ ക്യാമ്പിന് സമീപമായിരുന്നു ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായിരുന്ന ഏതാനും സൈനികരെ ഇപ്പോൾ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇവർക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. ITBPയും അതേപോലെ തന്നെ സൈന്യവും ഒക്കെ തന്നെ വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഉത്തരാഖണ്ഡിൻ്റെ മാത്രമല്ല ഡൽഹിയിൽ നിന്നും അടക്കം കൂടുതൽ ടീമുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് അവിടേക്ക് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹെലികോപ്റ്ററിന് ലാൻഡിംഗ് ക്ലിയറൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇത്തരം പല പ്രതികൂല സാഹചര്യങ്ങളാണ് ഈ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുസ്സഹമാക്കുന്നത്, കൂടുതൽ വൈകിപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ജീവനോടെ ഉണ്ടാകാമെന്ന് കരുതപ്പെടുന്ന ആളുകളെയൊക്കെ തന്നെ ഏതാണ്ട് രക്ഷപ്പെടുത്തിയെന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് കാലാവസ്ഥ ശരിയായിരുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ കാലാവസ്ഥ അനുയോജ്യമായിരുന്ന അവസ്ഥയിൽ നേരത്തെ തന്നെ വാന നിരീക്ഷണം നടത്തിയിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ജീവൻ അവിടെ ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ജീവനോടെ ഇത്തരത്തിൽ ചെളിയിലോ മറ്റോ പൂണ്ട് കിടക്കുന്നുണ്ടെന്നുള്ളത് കൃത്യമായി തന്നെ നോക്കിയിരുന്നു. എന്നാൽ അത്തരത്തിൽ ആരെയും കണ്ടില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ പുറത്തു വന്ന ഈ മേഘവിസ്ഫോടനത്തിൻ്റെ വളരെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് വലിയ ശബ്ദത്തോടുകൂടി ഒരു ജലബോംബായിരുന്നു കടന്നു വന്നിരുന്നത്. ആ മേഖലയിൽ ആകെ ഉണ്ടായിരുന്ന ഹോട്ടലുകൾ, വീടുകൾ, അതേപോലെ തന്നെ ഈ മേഖലയിൽ ഒരു സാധാരണ ഒരു മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നു. ആ മാർക്കറ്റ് അടക്കം പൂർണ്ണമായും മുഴുവൻ അവിടെ നിന്നും ഈ ജലബോംബ് തൂത്തെറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴും വൈദ്യുതി ഈ മേഖലയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. വൈദ്യുതി മാത്രമല്ല, ടെലിഫോൺ കണക്ഷൻ, ഫോണുകൾക്ക് റേഞ്ചില്ല, വളരെ റേഞ്ച് കുറയുന്ന ഒരു സാഹചര്യം. അവിടെ പ്രളയം, ഈ മേഘവിസ്ഫോടനം നടന്ന മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ മൊബൈൽ കണക്ഷൻ തന്നെ, അല്ലെങ്കിൽ മൊബൈലിൻ്റെ റേഞ്ചേ ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ മുഴുവൻ ടവർ സംവിധാനങ്ങളും ഈ ധാരാലി മേഖലയിൽ തകർന്നിരിക്കുകയാണ്. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിരവധി പ്രതിസന്ധികളും നിരവധി വെല്ലുവിളികളും ഇത്തരത്തിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കുന്നു. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ, അല്ലെങ്കിൽ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും കാര്യമായ അത് വിജയിച്ചില്ല എന്ന് വേണം. പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇന്ന് ഏതാണ്ട് ഉച്ചവരെയും സമാനമായ രീതിയിലൊരു പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ഒരു ചെറിയ, അല്ലെങ്കിൽ മഴ തോർന്ന് നിൽക്കുക അന്തരീക്ഷം ഒന്ന് മേഘാവൃതമല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ രാത്രിയിലും ഇതേപോലെ മഴ തോർന്നു നിൽക്കുകയാണെങ്കിൽ നാളെ കൂടുതൽ കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും. ഒപ്പം തന്നെ ഈ കണ്ടെത്താനുള്ള കൂടുതൽ ആൾക്കാരെ, അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ നിലവിൽ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ NDRFന് റിപ്പോർട്ട് നൽകിയത് പ്രകാരം, അല്ലെങ്കിൽ അവർ അറിയിച്ചത് പ്രകാരം 50 പേരോളമാണ് കാണാനായിട്ടുള്ളത്. അവരെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ അതിന് നാളെ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഏതായാലും NDRFൻ്റെ അടക്കം ഈ ശ്വാന വിഭാഗം, അതായത് ഡോഗ് സ്ക്വാഡ്, NDRFൻ്റെ ഇത്തരം ദുരന്തമുഖങ്ങളിൽ ഈ പട്ടികൾ എത്തി മണം പിടിച്ച് ഇത്തരം മൃതശരീരങ്ങളും അല്ലെങ്കിൽ ജീവൻ്റെ തുടിപ്പുകളോ ഉണ്ടോയെന്ന് കണ്ടെത്തുന്ന അത്തരം രീതി, അതിനുവേണ്ടി NDRF പല മേഖലകളിൽ നിന്നായി ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച നായകളെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഡോപ്ലർ സ്കാനിങ് അടക്കമുള്ള സംവിധാനങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും NDRFൻ്റെ പക്കലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥ വരും മണിക്കൂറുകളിൽ കൂടി അനുകൂലമായി നിന്നാൽ ഒരുപക്ഷെ ഈ രാത്രി തന്നെ കൂടുതൽ ഊർജ്ജസ്വലമായി രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വിഷ്ണു. ശരി, ഉത്തരകാശിയിൽ നിന്നും S നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.